ഓ നായ ഇവരാണെങ്കിൽ ഫോൺ കൊടുക്കൂല. എന്റെ നായി രാവിലെ 10:15 കോലിയിരുന്ന് നേരം കാണുന്നില്ല നായി. അല്ല കുറെ നേരമായി എന്നോടാ കളി. ഇവരാണെങ്കിൽ എപ്പോഴും ഔട്ട് ഓഫ് കവറേജാ. വിളിച്ചവനെ കിട്ടൂലേ. ഏത് തെങ്ങിന്റെ മേലേക്ക് പറയുന്നുണ്ടല്ലോ. ഗിരീഷ എടാ എത്ര നേരമായി എന്നെ വിളിക്കും. 9:15 തുടങ്ങിയ വിളി 10:15 ഇപ്പോ. എവിടെയാ ഈ കംപ്ലീറ്റ് ഔട്ട് ഓഫ് കവറേജായി? എവിടെ വീട്ടിലെത്തിയോ? അതറിയാൻ വേണ്ടിയിട്ടാ വിളിച്ചത്. വീട്ടിലെത്തിയല്ലോ. വീട് ഓർമ്മല്ലോ അല്ലേ? അത് മതി. ഞാനൊന്നും വരൂല. അത് പറയാൻ കൂടിയാ വിളിച്ചേട്ടാ. ഇല്ലെത്ത് ഞാൻ രാവിലെ എണീറ്റപ്പം മേലും കൈയൊക്കെ ഒരു വേദനയോ. ചെറിയൊരു ചൂടുണ്ട് മേലെ. ആ വീട്ടിൽ ഭാര്യയ്ക്കിട്ടെങ്കിയാ മോക്ക് തക്കാളിയാണ്. എനിക്ക് പന്നിയാവുന്നൊരു ഡൗട്ടില്ല. അപ്പൊ ഞാൻ നമ്മളെ മോഹമ്മദ് ഡോക്ടറെ കണ്ടിട്ടേ വരാം. സുഖമുണ്ടെങ്കിൽ വരൂ. മുപ്പര് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ ഞാൻ വീട്ടിലിരുന്നാളൂ കേട്ടോ. ഇജ്ജ് നോക്കിയാൽ മതി. പീടിയ ഇജ്ജ് നോക്കിയാൽ മതി. പിന്നെ നമ്മുടെ രാധാകൃഷ്ണൻ വരികേ. നമ്മുടെ രാധാകൃഷ്ണല്ലേടാ കറുത്ത് കുറുതായിട്ട് രാധാകൃഷ്ണൻ വരല്ലേ ഇടയ്ക്കിടയ്ക്ക് ഇന്നെ തെരഞ്ഞൊരു പീടിയല്. ഓൻ വന്നിട്ട് ഒരു 5000 ഉറുപ്പിക ചോദിക്കും. കൊടുക്കരുതേ. കൊടുക്കരുത് ഞാൻ പറഞ്ഞോണ്ട് കേട്ടാൽ മതി. ഒരു ഭണ്ഡാര കാലന 5 പൈസ കൊടുക്കരുത് അവന്. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മതി. ആയിക്കോട്ടെ. പിന്നെ ടീച്ചർ വരും. ആര്? നമ്മളെ രുക്മിണി ടീച്ചറില്ലേ? ഇടയ്ക്ക് അവിടെ വെളുത്ത് മെലിച്ചിട്ട് മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ട് വരില്ലേ ഇടയ്ക്കിടയ്ക്ക് എന്നെ തെരഞ്ഞിട്ട്. ടീച്ചർ വന്നിട്ട് ഒരു 1500 ഉറുപ്പിക ചോദിക്കാം. അത് കൊടുത്താലേ അതിൻ്റെ പേരിൽ അവിടെ എഴുതി വെച്ചാൽ മതി. എനിക്കറിയാം കേട്ടോ. ആയിക്കോട്ടെ. ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുക. ബസ്സൊന്നും വന്നില്ല. കുറച്ചു നേരമായി നിൽക്കണം. വെക്കട്ടെ. എന്നാൽ മൊബൈലിൽ പൈസയും കുറവാണേ. ശരി എന്നാല്. ആരാ? ചിരിക്കുക. നിങ്ങളെല്ലാം തുടങ്ങി. അത് ശരി. ഞാൻ ചിരിച്ച എന്റെ കൂടെ ചിരിക്കൂ. ആരാ? മനസ്സിലായില്ല? ഇല്ല. സൂക്ഷിച്ചു നോക്ക്. ഇതെന്ത് കോല മനുഷ്യത്? നിങ്ങളെന്താ തിരുവാതിരക്ക് പൊറോട്ട കെട്ടാൻ ഇറങ്ങിയതാ? തിരുവാതിരക്ക് പൊറോട്ട തിന്നാനോ? പൊറാട്ട തിന്നാനല്ല പൊറാട്ട കെട്ടാൻ. മനസ്സിലായില്ല? ഇല്ല. മര്യാദക്ക് നോക്ക്. ഇങ്ങോട്ട് നോക്കി. നിങ്ങൾ കാമറുണ്ട് ഗോളിയാ? കാമറുണ്ട് ഗോളിയോ? നമ്മള് വേൾഡ് കപ്പിലെ കാമറുണ്ട് ഗോളിന്റെ ഒരു ലുക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ല? ഇല്ല. ഇപ്പം മനസ്സിലായോ? തേങ്ങ കളിക്കാൻ പോണ ആളാ? തേങ്ങ കളിക്കാൻ പോണ ആള് ഞാൻ അല്ലേ? ഇത്രയും നേരമായിട്ട് മനസ്സിലാവാത്ത സ്ഥിതിക്ക് ഞാൻ തന്നെ പറഞ്ഞുതരാം. കേക്കട്ടെ. ഞാനാണ് കാലൻ. ഏത് കാലൻ? ഏത് കാലം ചോദിക്കാൻ നീ എത്ര കാലിനെ അറിയൂ? അല്ല എനിക്കറിയണ ഒരു കാലല്ലേ ഈ ജീവനൊക്കെ കൊണ്ടുപോകണേ. ജീവനൊക്കെ കൊണ്ടുപോകണ കാലം തന്നെയാണ്. വെറുതെ നായി ഓലിട്ട് ഇവിടുന്ന് ഈ ഒതായി എന്ന് പറഞ്ഞ സ്ഥലം. ഒതായിയാണല്ലോ ഇത്. ഒതായിയാണ്. ഈ നാട്ടുകാരനാ? ഞാൻ ഇവിടുത്തെ ആളല്ലേ. അപ്പൊ അത്യാവശ്യം ഇവിടെ എല്ലാവരും പരിചയമുണ്ടോ? ഇവിടെ ഒരുവിധ ആൾക്കാരൊക്കെ എനിക്കറിയാം. കണ്ടത് ഏതായാലും നന്നായി. ഇവിടെ ഒരു സുരേഷിനെ പരിചയമുണ്ടോ? ഒതായിൽ ഒരു സുരേഷോ? ഞാൻ അറിയുന്ന 9 സുരേഷ് ഉണ്ട് ഇവിടെ. അവിടേക്ക് പറഞ്ഞു അഡ്രസ് നോക്കി പറഞ്ഞുതരാം. സുരേഷ്. അച്ഛന്റെ പേര് പത്മതലാക്ഷൻ. വയസ്സ് 29. ഒതായി അല്ലേ? അമ്മേന്റെ പേര് ശോഭയാണ്. അമ്മേന്റെ പേര് ശോഭ. ഇവിടെ പപ്പേട്ടന്റെ പോലാണ്. ഏത് പപ്പേട്ടന്റെ? പപ്പേട്ടല്ലേ റിട്ടയർഡ് ആയില്ലേ? നിങ്ങൾക്ക് എന്ത് റിട്ടയർഡ്? ഇവിടെ ഫിഷറീസ് റിട്ടയർഡ് ആയ പപ്പേട്ടന്റെ നടുവത്തെ മോൻ സുരേഷ്. ആണോ? എന്റെ കമ്പനി അല്ലേ? അറിയോ? മോനെന്തിനാ? സുരേഷിന്റെ സമയായി. എന്തിട്ടാ കാലാത്? കണ്ണു ചോറില്ലാത്ത കൊണ്ടാവല. അച്ചക്കനെ ഇന്നലെ കൂടി ഞാൻ കല്യാണപ്പുറന്ന് കണ്ടിട്ടുള്ളൂ. ഒരു ജലദോഷം കൂടി ഇല്ല. ഇവിടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരാളെ കൊണ്ടുപോകാൻ പ്രത്യേകിച്ച് അസുഖത്തിന്റെ കാര്യമൊന്നുമില്ല. എനിക്ക് തോന്നി കഴിഞ്ഞാൽ കൊണ്ടാവില്ല. ഇവിടെ എന്തോ അതായത് ചോദിക്കാനും പറയാൻ അല്ല അച്ഛക്ക. വെറുതെ ജനങ്ങൾ ഇടക്കിടയ്ക്ക് നിങ്ങളെ പണ്ടാരക്കാല എന്ന് വിളിക്കണേ. അതൊന്നും നടക്കൂല. ഈ നാട്ടിൽ കള്ളു കുടിക്കാത്ത സിഗരറ്റ് വലിക്കാത്ത ഒരു ചെറുപ്പക്കാരൻ ആരാന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് ഈ ഒരു സുരേഷേ ഉള്ളൂ. വലിയ വർത്താനം പറയണ്ട. ഇവിടെ ഈ നാട്ടിൽ കള്ളു കുടിക്കാൻ സിഗരറ്റ് വലിക്കാൻ ചെയ്യുന്ന ചെറുപ്പക്കാരാണ് ഇപ്പൊ കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നത്. അതറിയോ? നാട്ടിലുള്ള ചെറുപ്പക്കാർ മുഴുവൻ കള്ളു കുടിക്കാൻ തുടങ്ങിയ സ്ഥിതി എന്തായി? എനിക്ക് അവിടെ പണിയൊന്നുമില്ല. ഞാൻ വെറുതെ ഈച്ചേനായിട്ടിരിക്കുക. അപ്പൊ ഇവിടെ ആളുകളെ കൊണ്ടുപോകണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം വേണം. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം 2010 പനിയായിട്ട് ഒരുപാട് ആള് മരിച്ചില്ലേ? പനിയായിട്ട് നിങ്ങൾ കോഴിക്കോട് മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു 1500 ആളെങ്കിലും കൊണ്ടുപോയിണ്ടോ? എന്റെ അമ്മായിയൊക്കെ ഉണ്ട് അതിന്റെ അകത്ത്. എന്റെ അമ്മായിനെ കൊണ്ടുപോയില്ല. എങ്ങനെ ശാരദമായി എന്തൊക്കെ പനി വന്നു? പക്ഷിപ്പനി, പന്നിപ്പനി, ഡെങ്കിപ്പനി, തക്കാളിപ്പനി തീർന്നിട്ടില്ല. അടുത്ത ആഴ്ച പുതിയത് വരാൻ പോവാ. പനിയോ? ഏതാത്? ബീട്രൂട്ട് പനി. ഇങ്ങനെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി ആളുകളെ കൊണ്ടുപോയില്ലെങ്കിൽ എന്റെ പണി പോണ കേസ്. ശരി. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ
ടിപ്പർ ലോറിക്കാറ്റിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ? എന്താ ഒരു ഇവിടുന്ന് വല്ലാണ്ട് ആളെ കൊണ്ടുകൊണ്ടല്ലോ. ഇവിടെ ഒരു നാട്ടിലെ മൊത്തം കാര്യങ്ങൾ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് നോക്കാനൊന്നും പറ്റില്ല. അപ്പൊ ഞാൻ ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് ഏജൻസിനെ ഏൽപ്പിക്കും. മനസ്സിലായോ? ആ ഏജൻസിനെ ഏൽപ്പിക്കും. അങ്ങനെയുള്ള ഭാരിച്ച കാര്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കണ്ട. ആ ചെക്കൻ്റെ വീട്ടിലേക്കുള്ള വഴി ഇറങ്ങില്ല, വഴി കാണിച്ചു തന്നാൽ മതി. വഴിയറിയത്തല്ല, പിന്നെന്താ പ്രശ്നം? ചെക്കന് പാവാണെന്നൊന്നും എനിക്കെന്താ ആവശ്യം? എനിക്ക് എന്തായാലും ആളെ കണ്ടേ പറ്റൂ. അല്ലെങ്കിൽ അവന്റെ വീട്ടിലെങ്കിൽ ഒറ്റയ്ക്ക് പോകാൻ പറ്റൂല. എന്താ നിങ്ങളത് പോയി നോക്കി. എന്താണ് മഴ പെയ്തിട്ടേ കമ്പിളി ചളി കുഴി ജപ്പാൻ കുഴിയൊക്കെ ഉണ്ട് വീട്ടിലേക്ക് പോണ വയ്ക്കി. ശരി, നിങ്ങൾ എന്താ പോത്തിന് കൂട്ടാന്ന്? ഇവിടെ വിവരമുള്ള ആരെങ്കിലും കേരളത്തിലെ റൂട്ടിലേക്ക് പോത്തിനെയും കൊണ്ടുവരും. പോത്തങ്ങനെ പല കുഴിയിലും ഇവിടെ നന്നാക്കാൻ പറ്റുന്ന സാധനമൊന്നുമല്ല. പോത്ത് മാത്രമല്ല, നിങ്ങൾ വീണാക്കളെ കൊമ്പൊക്കെ പൊട്ടി പോകും ചിലപ്പോ. വലിയ വർത്താനം പറയണ്ട, വീട്ടിലേക്കുള്ള വഴി ഇറങ്ങില്ല, വഴി കാണിച്ചാലാണ് പറഞ്ഞത്. നിങ്ങൾ ഭാഗ്യവാനാണ്. പോത്തിന് പെട്രോൾ അടിക്കണ്ടല്ലോ, ഞങ്ങളൊക്കെ കുടുങ്ങി നിൽക്കാ പോടെ. എന്താ പെട്രോളിനൊക്കെ വില? അല്ല, ഞാനൊരു പണി ചെയ്യാം, ഞാൻ ഓനെ വിളിക്കാം. ഓന് മൊബൈലുണ്ട്. ഞാൻ ഓനെ വിളിച്ചത് ഇങ്ങോട്ട് വരാൻ പറയാം. എന്നാ പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാമല്ലോ. ഞാനാണ് ഇതുവരെ ഒരാളെ കൊണ്ടുപോകണം കണ്ടിട്ടില്ല. ഒന്ന് കാണുകയും ചെയ്യാലോ. ഞാൻ വിളിക്കാം. ഞാൻ വിളിക്കുമ്പോഴേക്ക് വേണം നിങ്ങളൊരു പണി തോളി. നമ്മളെ സുലൈമാന്റെ പീടിയാണ് ആക്കാറ്. അപ്പുറത്ത് അവിടെ പോയിട്ട് ഒരു മോരുമല കുടിച്ചോളി. കുടിച്ചോളി നാല് വന്നിട്ടുണ്ട് കൊണ്ടുപോവാൻ. പണിക്കുണ്ടാവാനല്ലടാ, അങ്ങനെ ശരിക്കും കൊണ്ടുപോകാൻ ആള് നിൽക്കുന്നത്. എടോ കാലം വന്നിക്കണെന്ന്. ഏത് കാലം നിന്നോടോ? ശരിക്കുള്ള കാലം പോലെ കൊമ്പും കയറും എൻ്റെ പേരും എൻ്റെ അച്ഛൻ്റെ പേരും അമ്മേൻ്റെ പേരും ഒക്കെ പറഞ്ഞിരിക്കണം. അന്നെ കൊണ്ടുപോകാൻ പോലെ ആണ് സുരേഷ് ആ സുലൈമാൻ്റെ പേരിൽ നിന്ന് മോരുമല കുടിക്കണം എൻ്റെ പേരിൽ ഉള്ളതാടോ. ഇതൊരു പണിയതോ, ഇതിൻ്റെ ഐഡിയ. ഈ വീട്ടിൽ നിന്ന് വിട്ടാള് പിടിയെടുക്കരുത്. ഒരു ജലദോഷം കൂടി ഇല്ലാത്ത തന്നോട് കൊണ്ടുപോകലല്ലേ. ഈ പൊയ്ക്കോ. എങ്ങോട്ട് നിന്നോടോ ചോദിക്കൽ? ജീവൻ എൻ്റെതല്ലേ വലുത്. എങ്ങോട്ടൊക്കെ പോയിക്കോ. 2-3 മുണ്ട് ഷർട്ട് ഉള്ള പൈസ എടുത്തിട്ടേ നാട് വിട്ടാള്. ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആയിക്കോട്ടെ, വിളിച്ചാൽ കിട്ടരുത്. പൊയ്ക്കോ, ഞാൻ വിട്ടോട്ടോ. ഈ പോണവരെ മൂപ്പറെ ഞാൻ പിടിച്ചോളാം. ആയിക്കോട്ടെ. ഇതൊക്കെ തന്നെയാ പണി. തോന്നിയ മാതിരിയാ. ഞാൻ ഒരു വെള്ളം കുഴപ്പമില്ല. സുരേഷിന്റെ കാര്യം ഞാൻ വിളിച്ചല്ലോ. വിളിച്ചപ്പോ കുളിക്കുക. കുളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ. കുളിച്ചിട്ട് ഇങ്ങോട്ട് വരും. ഇപ്പൊ നിങ്ങൾക്ക് ആടെ കൊണ്ട് കുളിപ്പിക്കാൻ വേണ്ട. അല്ല, ഇങ്ങനെ ശരിക്കും കാരണം നിനക്കെന്താ ഒരു സംശയം? ഞാൻ കാലാളുള്ള കാര്യത്തിൽ എന്തോ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തത് എന്റെ തിരിച്ചറിയൽ കാർഡാ. കാറിനൊക്കെ ഉണ്ട്. ഞാൻ തന്നെയല്ലേ? നിങ്ങളുണ്ടാ പോത്തുണ്ടാ, രണ്ടാളുണ്ടേ. നിങ്ങളെക്കാട്ടും നന്നായിട്ട് പോത്താ. പക്ഷെ ഇങ്ങനെ സിനിമ കാണുമ്പോലെ അല്ലല്ലോ. സിനിമയിൽ നിങ്ങൾക്ക് നല്ല തടിയൊക്കെയാണ്. ഇതെല്ലാം കൂടി സാധുപീടി പോയി അയച്ചു. ഞാൻ ആദ്യം മുതലേ ഇങ്ങനെ തന്നെയാ. സിനിമക്കാർ തടിച്ചാളെ ഷൂട്ട് ചെയ്യുന്ന എന്റെ കുറ്റമൊന്നുമല്ല. ശരി, നിങ്ങളുടെ പ്രസവത്തിൽ ഇങ്ങനെയാണ്. ഞാൻ ആദ്യമായിട്ട് കാണാം കാലിനെ. അല്ല കാലേട്ടാ. കാലം മാഷേ. അങ്ങനെ വിളിക്കേ. ബഹുമാനിക്കാൻ പഠിക്കണം, മനസ്സിലായോ? ഒരു നാട്ടിലെ രാജാവാണ്. നല്ല വിളിക്കുക. ബഹുമാനിച്ചോളാം, മനസ്സിലായോ? ഞാൻ പിന്നെ മനുഷ്യനും മൃഗം എല്ലാം കൂടിയപ്പോ എന്താ വിളിക്കേണ്ടതെന്നായി. അതുകൊണ്ടാ. അല്ല കാലമാഷേ, നിങ്ങൾക്ക് ഇവിടുന്ന് ഒരാളെ കൊണ്ടുപോയി എന്ത് കിട്ടൂ? ഇവിടുന്ന് ഒരാളെ കൊണ്ടുപോയാലേ അടപ്പിച്ചങ്ങനെ ശമ്പളം കിട്ടൂലേ? ശരി, ഇത് കോർപ്പറേഷൻ പട്ടിപിടുത്തക്കാർക്ക് പൈസ കൊടുക്കുന്നവർ ഏർപ്പെടാൻ വെച്ചിട്ടാ. ഇതൊക്കെ ഞങ്ങളുടെ കർമ്മം എന്ന് പറയുന്ന സംഭവമാണ്. ഇതിനൊരിക്കലും നമ്മൾ പ്രതിഫലം ചോദിക്കാൻ പാടില്ല. പൈസ കിട്ടൂല. വെറുതെ ഇവിടെ എന്നാലും അതിന് കിട്ടൂലേ? ഇവിടെ അതിലൊക്കെ പൈസക്ക് പണിയെടുക്കുന്ന ആൾക്കാരുള്ളൂ. ആയിക്കോട്ടെ. പിന്നെ വേറൊരു കാര്യം എന്താ അറിയോ? ഞങ്ങളോട് ചോദിക്കണം ചാച്ചി. ഈ മരിച്ചു കഴിഞ്ഞിട്ടേ ഞങ്ങൾ മൂക്കിൽ പഞ്ഞിട്ടല്ലോ, നിങ്ങൾ എന്താക്കും? ആ പഞ്ഞി ഞാൻ അവിടെ എടുത്താളൂ അല്ലേ? കാൽമല കെട്ടോ? ഞാൻ അയച്ചാളൂ. ഇവിടെ ഇത് കെട്ടിട്ടല്ലേ ഞങ്ങൾ? അത് ഞാൻ അയക്കൂ. അപ്പൊ ഞങ്ങൾ വെറുതെ പണിയെടുക്കുക അവിടെ. നിങ്ങളോട് ആർക്ക് പറഞ്ഞോടെ കണ്ട വിവരക്കടൊക്കെ ചെയ്ത് വെച്ചാൽ ബാക്കിയുള്ളവനെ ബുദ്ധിമുട്ടി. മൊബൈലും ഉണ്ടോ? ഹലോ. എത്തിയിട്ടേ ഉള്ളൂ. അതായത് ആളെ കിട്ടിയില്ല. ആള് കുളിക്കുക. കുളിച്ചിട്ട് ഇങ്ങോട്ട് വരണം. അല്ലാണ്ട് വരൂ. എന്നാലേ ഇപ്പോൾ തീരുമാനമാവുള്ളൂ. ഇല്ല, കുഴപ്പമില്ല. അഡ്രസ്സൊക്കെ കറക്റ്റാ. ശരി, ഞാൻ വിളിച്ചോളാം. ആരാ വിളിച്ച്? ചിത്രഗുപ്തൻ എന്ന് പറയും, എന്റെ അസിസ്റ്റന്റ്. അവിടെ വിളിക്കുക. അവിടുന്ന് വിളിക്കുക? പിന്നെ അപ്പൊ അവിടെ റേഞ്ച് ഉണ്ട്. മൊബൈലിന് നല്ല റേഞ്ചാ. കാലം പോയി നോക്കില്ലേ അല്ല കാലമാഷേ. പിന്നെ ഈ മരിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങനെ കൊണ്ടുപോകില്ല. മേലോട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് തിരിക്കല്ലോ. ഇത് ആരാ തിരിക്കുക? ഒരാൾ മരിച്ച് അവിടെ എത്തിക്കഴിഞ്ഞാൽ അയാൾ സ്വർഗത്തിൽ പോകണോ നരകത്തിൽ പോകണോ ഞാനാ തീരുമാനിക്കുക. ഞാനെന്തെങ്കിലും മരിക്കുകയാണെങ്കിലേ അപ്പോഴൊന്നും ഉണ്ടാവില്ല. അല്ല, എന്തെങ്കിലും ബൈ ചാൻസിന് ഭരിച്ചിട്ട് അങ്ങോട്ട് വരികയാണെങ്കിലേ നമുക്ക് ഇന്നൊന്നും എന്റെ സ്വർഗത്തിലേക്ക് അങ്ങനെ പെട്ടെന്ന് ഒരാളെ സ്വർഗത്തിലേക്ക് ആക്കാൻ പറ്റില്ല. ഇവിടെ അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ചില രീതികളുണ്ട്. എന്താണ്? എന്നെ വേണ്ട രീതിയിൽ കണ്ട് സന്തോഷിപ്പിക്കുന്ന ഒരാളെ മാത്രമേ ഞാൻ സ്വർഗത്തിലേക്ക് വിടുള്ളൂ. അത് ഞാൻ സന്തോഷിപ്പിക്കും. എങ്ങനെ? നമുക്ക് പൊട്ടിക്കാം. എന്ത്? കുപ്പി.
എന്താണ് വിചാരിച്ചത്? ഒരു കുപ്പി വെച്ച് കാണിക്കുമ്പോ വീഴുന്നാളാ ഞാൻ വിചാരിച്ചു. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞ് ഞാൻ നാട്ടിൽ രാജാവാണ്. കുറെ നേരമായി തുടങ്ങി. എന്ത് പേരെന്ന് പറ. ആര്? നിന്റെ പേരെന്ന് പറ. ഞാനുണ്ടാവൂലേ? ഞാൻ അറിയാണ്ട് കുപ്പി ഒട്ടിക്കണ്ട. സർവത്ത് കുടിക്കാം. എന്താ വെള്ളം കുടിപ്പിച്ച് കൊല്ലാൻ വന്നാ? പേര് പറ. അറിയാണ്ട് പറഞ്ഞോ. കുട്ടിക്കൃഷ്ണൻ. അച്ഛന്റെ പേരെന്താ? അച്ഛന്റെ പേരെന്താ? അച്ഛല്ലോ. എന്താ? അച്ഛനെങ്കിലും കഴിഞ്ഞോളം കൊണ്ടുപോയില്ലേ? അതെവിടുന്ന്? അച്ഛനെ കഴിഞ്ഞോളം കൊണ്ടുപോയി ഓർമ്മയില്ല. മനസ്സിലായില്ല. ഇവിടുന്ന് തെങ്ങിന്റെ മേലിൽ വീണിട്ട് ശങ്കരൻ എന്റെ അച്ഛനല്ലേ? ആണോ? എന്നാ എന്തായാലും നോക്കണോ? എന്റെ അച്ഛനെ കൊണ്ട് വലിയ വെറുപ്പിക്കലോ അവിടെ. അയ്യോ, അച്ഛനും മോനും കൂടി ഇറങ്ങിയതോ നാട്ടുകാരെ പറ്റിക്കാൻ. ഉണ്ടാവില്ല കാലം. അറിയാണ്ട പറഞ്ഞു കേട്ടാ. ശങ്കരന്റെ മകൻ കുട്ടിക്കൃഷ്ണൻ ഒതായി. തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതി. 10 കൊല്ലം കൂടിയേ ഉള്ളൂ. 10 കൊല്ലം ഉണ്ട്. അതുണ്ട്. 2 വേൾഡ് കപ്പ് ഉണ്ട് ഇവിടെ. ഇത് കള്ളായി. ഞാൻ വിചാരിച്ചു നാളെ മറ്റന്നാളെ കൊണ്ടുപോയിന്ന്. അല്ല, എല്ലാവരും ലിസ്റ്റ് പുസ്തകത്തിനകത്തുണ്ടാവും. എല്ലാവരും ലിസ്റ്റ് ഉണ്ടാവൂലേ? ഒരു ശശി ഉണ്ട് നോക്കി നോക്കി. ശശി എന്റെ അയൽവാസിയാ. ഉണ്ടാവുക നോക്കി നോക്കി. ഓൻ ക്രൂരെന്ന് പറഞ്ഞാൽ പോരെ, ദുഷ്ടനമായി. ഓണ്ടല്ലേ രാവിലെ മുതൽ വൈകുന്നേരം വരെ കൂലിപ്പണിക്ക് പോവുക. ഒരു കിട്ടുന്ന പൈസക്ക് കള്ളുടിച്ച് മുതൽ ഓന്റെ ഭാര്യനെ തല്ല, കുട്ടികളെ തല്ല, മടുക്കുമ്പോ വന്ന് നിന്റെ ഭാര്യനെ തല്ല. അങ്ങനെയൊക്കെ ഒരു സ്വഭാവമാണ്. പെട്ടെന്ന് മരിച്ചുപോയി. ഡോക്ടർമാര് പറഞ്ഞിരിക്കണോ അവന്റെ ഉള്ളിലൊന്നുമില്ല. അച്ഛന്റെ പേരെന്താ? ഗംഗാധരന്റെ മോൻ ശശി. 47 വയസ്സുണ്ടാവും. എത്ര ഉണ്ട്? 60 കൊല്ലമുണ്ട്. 60 കൊല്ലം ഇനിയുണ്ട്. ഇതൊക്കെ തന്നെ നിങ്ങളെ കുഴപ്പമോ? നിങ്ങൾ വൃത്തിയിട്ട് ആൾക്കാരെ മുഴുവൻ ഇവിടെ വെച്ചിട്ട് നല്ല നല്ല ആൾക്കാരൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകും. എന്റെ സൗകര്യം പോലെ ഞാൻ ചെയ്യും. സൗകര്യം വിളിച്ച ആൾക്കാർ വെറുതെ നിങ്ങളെ പറയുന്നത്. ബാബു തരേണ്ടത്. ബാബു ആരാ മനസ്സിലായ? ശരിക്കും നോക്കി നോക്കി. ഇവനൊക്കെ ഇവിടെ അടുപ്പിനുണ്ട് കാലം ഇമ്പളെ കാലം കൊണ്ടോണ കാലം. എന്റെ സമയം ചോദിച്ചൊക്കെ പറഞ്ഞു തരൂ. ഇവരോടോ? ചോദിച്ചു നോക്കി. അല്ല 10 സമയത്തിനേ ഇമ്പളെ കൊണ്ടോണ സമയോ? എനിക്ക് 10 കൊല്ലണ്ടേ. എനിക്ക് എത്ര ഉണ്ട് ചോദിച്ചു നോക്കി. അല്ലടോ ഇമ്പളതൊന്നും അറിയാ. ജോലിയ മാഷ് സ്കൂളത്തെ ബഹുമാനോ കാലം മാഷ് ഇമ്പളൊന്ന് എന്തായാലും ആരാണ്? ബാബു നമ്മളൊരു ഏരിയയാണ് പോച്ചത്. 3 മുന്തിയ ആളാണ് ഇവിടെ വന്നിട്ട്. ബാബു ചൂടാവുന്ന പറഞ്ഞോട്ടെ. അച്ഛന്റെ പേരെന്താ? അച്ഛന്റെ പേരെന്താ ബാബുലോ? അച്ഛന്റെ പേര് മൊബൈൽ